ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു, തിരുസന്നിധിയിൽ അടുത്തു വരുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ തിരുവചന പഠനത്തിനായി കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ നൽകി തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അങ്ങയുടെ വചനത്തെ കർത്താവെ ശരിയായി വിഭാഗിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. സർവവല്ലഭനായ ദൈവമേ, അങ്ങയുടെ മഹത്വം ദർശിപ്പാനായിട്ട് ഈ രാത്രികാലം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ വചനത്തിലൂടെ തിരുമഹത്വം ദർശിപ്പാൻ കർത്താവെ, അങ്ങയുടെ വചനത്തെ കേൾക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നതിലൂടെ, അതനുസരിക്കുന്നതിലൂടെ തിരുമേനിയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അതിനായിട്ട് അടിയങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ നടത്തിപ്പ് കർത്താവെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാരം ഈ രാത്രി അനുഭവിപ്പാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കണം. അടിയനെയും താഴ്ത്തിയേൽപ്പിക്കുന്ന കർത്താവ്, ബലഹീനതയും കുറവൊന്നും ഓർക്കാതെ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അടിയനെ ഒരു കുടലായി ഉപയോഗിക്കണം. ക്രൂസിന്റെ മറവിൽ മറഞ്ഞു നിന്ന് വചനം വിഭാഗിപ്പാനായിട്ട് സഹായിക്കണം. കേൾക്കുന്ന ഹൃദയങ്ങളെയും അവിടുന്ന് ഒരുക്കണമേ. ആരൊക്കെ എപ്പോഴൊക്കെ കേൾക്കുന്നോ അവർക്കെല്ലാം ഇത് അനുഗ്രഹകരമാക്കി തീർക്കണമേ. മഹത്വം തിരുമേനി എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 9 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്. 3-ാം അധ്യായം അന്ത്യകാലത്തെ ദുർഘട സമയങ്ങളെ കൊണ്ട് ദുർഘട സമയങ്ങൾ ഉണ്ടാകും എന്ന് തീമോഥെയോസിനെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള ഒരു അധ്യായമാണ്. ഈ അന്ത്യകാലത്ത് എങ്ങനെ തീമോഥെയോസ് ഒരു സഭാ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, എന്തെല്ലാം സൂക്ഷിച്ചിരിക്കണം എന്നെല്ലാം ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മുന്നറിയിപ്പുകളും നൽകിക്കൊണ്ട് പൗലോസ് തീമോഥെയോസിനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അന്ത്യകാലത്ത് വലിയതായിട്ടുള്ള ദുഷ്കരമായ ആപത്കരമായ സമയങ്ങൾ, പ്രത്യേകിച്ചും മനുഷ്യന്റെ സ്വഭാവം വളരെ വഷളാകുന്ന, മാത്രമല്ല ദൈവസഭയെ നശിപ്പിക്കുവാൻ പിശാച് മനുഷ്യരിലൂടെ, പ്രത്യേകിച്ചും സഭാ ശുശ്രൂഷകർ എന്ന പേരിൽ, ദൈവവചനത്തിന്റെ ശുശ്രൂഷകർ എന്ന പേരിൽ അനേകര് വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് സഭയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് സഭയിൽ നിന്നും അനേക ആളുകളെ വഴിതെറ്റിച്ച് പിശാച് സഭയെ നശിപ്പിക്കുവാൻ ശ്രമിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ എഴുതിയതായിട്ടുള്ള, തന്റെ മരണത്തിന് തൊട്ടു മുമ്പായിട്ട് എഴുതിയ തന്റെ എക്സിക്യൂഷൻ, അതായത് തന്നെ വധിക്കും എന്നുള്ള വിവരം ഏതാണ്ട് തീർച്ചയായിരിക്കുന്ന സമയത്ത് എഴുതിയതായിട്ടുള്ള ഒരു ലേഖനം അന്ത്യകാലത്തിന്റെ ദുർഘടമായ ദുഷ്കരമായ കാലത്തെക്കുറിച്ചും മനുഷ്യന്റെ സ്വഭാവ വിശേഷങ്ങളെ, ദോഷങ്ങളെ കുറിച്ചും വിവരിക്കുകയായിരുന്നു. മാത്രമല്ല 3-ാം അധ്യായത്തില് മനുഷ്യന്റെ 18 കൂട്ടം സ്വഭാവ ദൂഷ്യങ്ങളെ പറഞ്ഞിട്ട് അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിക്കുന്ന, പണത്തെ സ്നേഹിക്കുന്ന, സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്ന, തങ്ങളെ തന്നെ സ്നേഹിക്കുന്ന അനേകരെ എഴുന്നേൽക്കുകയും ഒരു ഭക്തിയുടെ വേഷം ധരിച്ച് ദൈവശക്തി ത്യജിച്ചുകൊണ്ട് സഭയിലേക്ക് കടന്നു കയറുകയും ചെയ്യും എന്നുള്ളത് ഓർമ്മിപ്പിക്കുമ്പോൾ പറയുകയാണ്, അവര് സ്ത്രീകളെ സ്വാധീനമാക്കും, അവര് വീടുകളിലേക്ക് നുഴഞ്ഞു കയറും, അവര് പുഴുക്കളെ പോലെ അരിച്ചു കയറും, സ്ത്രീകളെ സ്വാധീനമാക്കും, അങ്ങനെ ഭവനങ്ങളിൽ തന്നെ കടന്നു കയറി ഭവനങ്ങളെ തന്നെ നശിപ്പിക്കും. മാത്രവുമല്ല, മോശയുടെ കാലത്ത് മോശയോട് എതിർത്ത് നിന്ന മിസ്രൈമ്യ മന്ത്രവാദികളായ എന്നേസിനെയും എംബ്രേസിനെയും പോലെ ഉള്ളവരാണ് ഈ കൂട്ടരെന്നും അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അവിടെ ആശ്വാസം നൽകുന്ന വസ്തുത, എന്നേസിനും എംബ്രേസിനും മോശയുടെ കാലത്ത് ഉണ്ടായ പാതകളിൽ ആദ്യത്തെ 1-2 എണ്ണം ഒഴിച്ച് ബാക്കിയൊന്നും ചെയ്യുവാൻ കഴിയാതെ വന്നതുപോലെ ഇക്കൂട്ടരും അധികം മുഴുക്കയില്ല എന്നും അവര് കൂടുതലായിട്ട് മുൻപോട്ട് പോകുവാൻ അവർക്ക് കഴിയുകയില്ല എന്നും പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറയുന്നു.
മിസ്രൈമ്യ മന്ത്രവാദികൾ എന്നേസും എംബ്രേസും സത്യദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ അനുകരിച്ച്, അല്ലെങ്കിൽ മിസ്രൈമിൽ വന്ന രക്തം വെള്ളമാക്കുന്നതും തവളയും അതുപോലെയുള്ള കാര്യങ്ങളെ അനുകരിച്ച് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയവരും മിസ്രൈമ്യരെ വഴിതെറ്റിച്ചവരുമാണ്. അതുപോലെ തന്നെയാണ് ഇക്കാലത്തും, ഈ അന്ത്യകാലത്തും, ഈ ദുർഘടമായ കാലഘട്ടത്തിലും ദൈവവചനത്തിന്റെ ശുശ്രൂഷക്കാരെന്ന പേരിൽ അനേകം ദുരുപദേശക്കാർ എഴുന്നേൽക്കുമെന്നും, അവർ പണത്തെ സ്നേഹിക്കുന്നവർ, തങ്ങളെ തന്നെ സ്നേഹിക്കുന്നവർ, പണത്തെ സ്നേഹിക്കുന്നവർ, സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവർ ആയിരിക്കും എന്നും അവര് ഭക്തിയുടെ വേഷം ധരിച്ച് അനേകരെ വഴിതെറ്റിക്കുമെന്നും പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നു. അവര് ദൈവജനത്തെ വഞ്ചിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീമോഥെയോസ് ഈ വഞ്ചനയെ എങ്ങനെ നേരിടും, ശരിയായ ഉപദേശം എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് പൗലോസ് തുടർന്ന് 10 മുതലുള്ള വാക്യങ്ങളില് തീമോഥെയോസിനോട് പറയുന്നത്. പൗലോസ് ഇപ്പോഴ് ദുരുപദേശക്കാരെ, വീടുകളിൽ നൂണ് കടക്കുന്ന സ്ത്രീകളെ വഴിതെറ്റിച്ച് ഭവനങ്ങളെ നശിപ്പിക്കുന്ന എന്നേസിനെയും എംബ്രേസിനെയും പോലെ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് പിശാചിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ദുരുപദേശക്കാർ, അവരെ വിട്ടിട്ട് പൗലോസ് ഇപ്പോൾ ശരിയായ ഉപദേശമുള്ളവർ എങ്ങനെയുള്ളവരാണെന്നുള്ളത് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോ തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുമ്പോൾ പൗലോസ് സ്വന്തം തന്റെ തന്നെ മാതൃകയെ അനുകരിക്കുവാനായിട്ട് തീമോഥെയോസിനോട് പറയുന്നു. Now Paul turns from the false teachers to remind Timothy to follow him. തന്നെ അനുഗമിക്കുവാനായിട്ട് ദുരുപദേശക്കാരെ ഒക്കെ അവരെ ഒഴിഞ്ഞു കളഞ്ഞ്, അവരെ വിട്ടൊഴിഞ്ഞിട്ട് ശരിയായ ഉപദേശം ഉള്ളവരെ, അല്ലെങ്കിൽ തന്നെ പൗലോസ് തീമോഥെയോസിന് കൊടുക്കുന്ന ഏറ്റവും വലിയ മാതൃക അതാണ്. എന്നെ പോലെയുള്ളവരെ, ഞാൻ പഠിപ്പിച്ച ഉപദേശത്തെ, എൻ്റെ നടപ്പിനെ, എൻ്റെ വിശ്വാസത്തെ, എൻ്റെ സ്നേഹത്തെ, എൻ്റെ ഉപദേശത്തെ ഒക്കെ നീ അനുകരിക്കുവാനായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നു. അതാണ് 10ാമത്തെ വാക്യം. അതുമുതലാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നത്. നീയോ, അവിടെ തൊട്ടൊരു ടേണിംഗ് പോയിന്റ് ആണ്. നീയോ എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. പൗലോസിനെ നേരിട്ട് അറിഞ്ഞൊരു വ്യക്തി. പൗലോസ് അപ്പോസ്തലന് തന്റെ 1ാമത്തെ മിഷണറി യാത്ര നടത്തിയത് AD 48 ആണെന്നാണ് കരുതപ്പെടുന്നത്. ആ 1ാമത്തെ മിഷണറി യാത്രയിൽ തന്നെ പൗലോസ് ലുസ്ത്രയിൽ ചെന്നു. അവിടെ വെച്ചാണ് തീമോഥെയോസ് രക്ഷിക്കപ്പെടുന്നതെന്ന് ചരിത്രം പറയുന്നു. തീമോഥെയോസ് വിശ്വാസത്തിലേക്ക് വരുന്നത് അതിനു മുമ്പേ വിശ്വാസമുള്ള ഒരു ഭവനത്തിലെ വ്യക്തിയായിരുന്നു. അവന്റെ വല്യമ്മയിലും അമ്മയിലും ഒക്കെ വിശ്വാസം, ലോവീസിലും യുനീക്കയും വിശ്വാസമുള്ളവരായിരുന്നു. തീമോഥെയോസിനെ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത് തന്നെ അവൻ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകൻ എന്ന് പറഞ്ഞാണ്. ഇവിടെ 2 തിമോത്തിയില്, തീമോഥെയോസിന്റെ 2ാം ലേഖനത്തില് ആ വിശ്വാസം നിന്റെ വലിയമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, അത് നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ വിശ്വാസമുള്ള ഒരു ഭവനത്തിൽ നിന്ന് വന്ന ആളായിരുന്നെങ്കിലും പൗലോസിന്റെ 1ാം മിഷണറി യാത്രയിൽ ലുസ്ത്രയിൽ വെച്ചാണ് യഥാർത്ഥമായി കർത്താവിനെ സേവിക്കുവാനായിട്ട് ഒരു കമ്മിറ്റ്മെന്റോടുകൂടി, ഒരു സമർപ്പണത്തോടുകൂടെ തീമോഥെയോസ് ഇറങ്ങിത്തിരിച്ചത് രക്ഷയുടെ അനുഭവത്തിലേക്ക് പൂർണ്ണമായി വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോ തീമോഥെയോസിനോട് പറയുകയാണ്, ഇപ്പോഴ് ഇത് എഴുതുമ്പോൾ ഏതാണ്ട് AD 68 48 AD 48 അപ്പോസ്തലനായ പൗലോസിനെ തീമോഥെയോസ് കണ്ടറിഞ്ഞതാണ്. തീമോഥെയോസിന്റെ ശുശ്രൂഷ കണ്ടു, ഉപദേശം കേട്ടു, പൗലോസ് അനുഭവിച്ചതായിട്ടുള്ള കഷ്ടതകളെല്ലാം തീമോഥെയോസ് നേരിട്ട് കണ്ടതാണ്. ഇപ്പൊ 20 വർഷം കഴിഞ്ഞു. ഈ 20 വർഷത്തെ പൗലോസിന്റെ ജീവിതം അടുത്ത് നിന്ന് അറിഞ്ഞൊരു വ്യക്തിയാണ് തീമോഥെയോസ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നത് നീയോ എന്ന് പറഞ്ഞിട്ട് ആ വാക്യം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവം എല്ലാം നീ കണ്ടറിഞ്ഞിരിക്കുന്നു. ദൂരെ ആരെങ്കിലും പറഞ്ഞു കേട്ടതല്ല, കണ്ടറിഞ്ഞൊരു വ്യക്തിയായിരുന്നു തീമോഥെയോസ്. അപ്പൊ 20 വർഷത്തെ ക്ലോസ് അസോസിയേഷൻ വിത്ത് അപ്പോസ്റ്റൽ പോൾ. അപ്പോ പൗലോസ് പറയുകയാണ്, നീ കഴിഞ്ഞ 20 വർഷമായിട്ട് എന്നെ കാണുകയാണ്. എന്റെ നടപ്പ് നിനക്കറിയാം, ഉപദേശം അറിയാം, എന്റെ വിശ്വാസം അറിയാം, എന്റെ സ്നേഹം അറിയാം, ഞാൻ സഹിച്ച ഉപദ്രവങ്ങളും കഷ്ടതയും എല്ലാം നീ കണ്ടതാണ്.
അതുകൊണ്ട് നീ എന്തോ വേണം? നീ എന്നെ അനുഗമിക്കുക. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 11 പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ, ഞാൻ ക്രിസ്തുയേശുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. പൗലോസിന് മാത്രമേ ഇത്ര തന്റെ അടുത്തോടുകൂടെ അത് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ ക്രിസ്തുയേശുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ, ആസ് ഐ ഇമിറ്റേറ്റ് ക്രൈസ്റ്റ്, ഞാൻ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നത് പോലെ, ഞാൻ യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്റെ ജീവിതത്തിൽ അനുകരിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. യു ഇമിറ്റേറ്റ് മീ. പൗലോസ് ഇവിടെയും തീമോഥെയോസിനോട് അതാ പറയുന്നത്. നീ ഇതെല്ലാം കണ്ടതാ, കഴിഞ്ഞ 20 വർഷമായിട്ട് എന്റെ ജീവിതം നീ വ്യക്തമായിട്ട് കണ്ടതാ. നീ എന്നെ അനുകരിക്കണം. ഒത്തിരി ദുരുപദേശക്കാർ കടന്നു വരും, ഒത്തിരി ഫോൾസ് ടീച്ചേഴ്സ് കടന്നു വരുന്നു. അവര് വീടുകളെ കൈവശമാക്കുന്നു. എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കുവാൻ കഴിയാത്ത സ്ത്രീകളെ കൈവശമാക്കി, ഭവനങ്ങളെ കൈവശമാക്കി, ദുരുപദേശങ്ങൾ സഭയിൽ കയറ്റി, ഭക്തിയുടെ വേഷം ധരിച്ച് എന്റെ ശക്തിയെ ത്യജിക്കുന്ന സ്വസ്നേഹികളായിട്ടുള്ള, ദ്രവ്യാഗ്രഹികളായിട്ടുള്ള, സുഖഭോഗങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ആളുകൾ കടന്നു വരുമ്പോൾ നിനക്ക് അനുകരിപ്പാൻ ഒരു മാതൃക ഞാൻ നിന്റെ മുമ്പിൽ വെച്ചേച്ച് പോയിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ, ഞാൻ എന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പത്രോസ് യേശുവിനെ കുറിച്ച് പറയുന്ന പോലെ പൗലോസ് തീമോഥെയോസിനോട് പറയുകയാണ്, നീ ഇതെല്ലാം കണ്ടതാണ്, കഴിഞ്ഞ 20 വർഷമായിട്ട് നിനക്കറിയാം. നീ എന്നെ പിൻപറ്റുക. ദുരുപദേശക്കാർ വരുമ്പോൾ ഏതാണ് ശരിയായ ഉപദേശം, ഏതാണ് ശരിയായ നടപ്പ് എന്നൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്തു എന്ന് നീ ഓർക്കണം. ഇന്നത്തെ കാലത്തെ ഒരു വലിയ പ്രശ്നം ഇതാ. ഇന്നത്തെ കാലത്ത് ക്രിസ്തീയ കോളത്തിൽ അനുകരിപ്പാൻ കൊള്ളാവുന്ന മാതൃകകൾ ഇല്ലാതെ പോകുന്നു. ഇന്ന് സഭ ഏറ്റവും കൂടുതൽ കരയേണ്ടിയത് അതിനു വേണ്ടിയാണ്. റോൾ മോഡൽസ് ഇല്ലാതെ പോകും. ഇന്നാരെ അനുഗമിക്കാമെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴാണ് നാം കേൾക്കുന്നത് അവര് ഇന്നിന്ന കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചു. എന്നാ പൗലോസിന് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലും പറയുവാനായിട്ട് കഴിഞ്ഞു, ഞാൻ നല്ലപോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. നീ ഈ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ഞാൻ എപ്രകാരം സഞ്ചരിച്ചു, എപ്രകാരം സുവിശേഷം അറിയിച്ചു, ഞാൻ എപ്രകാരം ജീവിച്ചു എന്നുള്ളതെല്ലാം നീ കണ്ടറിഞ്ഞതാണ്. അതുകൊണ്ട് നീ എന്നെ പിൻപറ്റുക, നീ എന്നെ അനുഗമിക്കുക. ഞാൻ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നീയും എന്നെയും അനുഗമിക്കുക. പൗലോസ് തീമോഥെയോസിനെ കാണുന്ന ഒരു മാതൃകയായി, ഒരു വിശുദ്ധ ജീവിതത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി ഏറ്റവും തീക്ഷ്ണതയോടെ ഓടുന്ന മുന്നണി പോരാളിയുടെ ആ നല്ല മാതൃക പൗലോസ് തീമോഥെയോസിന് മുമ്പിൽ വരച്ചു കാട്ടി. അതുകൊണ്ടാണ് പൗലോസ് 2-ാം അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ മറ്റുള്ളവരോട് പറയുവാനായിട്ട് കഴിയുമോ? എന്റെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ ഇത്രയും വർഷം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്നെ പിൻപറ്റുവാനായിട്ട് കഴിയും എന്ന് നമുക്ക് പറയുവാൻ കഴിയുന്ന ഒരു മാതൃക അടുത്ത തലമുറയ്ക്ക് വെച്ചേച്ചു പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ അടുത്ത തലമുറ ആരെയാ നോക്കുന്നത്? പട്ടക്കാരെയോ, ബിഷപ്പന്മാരെയോ, പാസ്റ്റർമാരെയോ, സുവിശേഷകരെയോ ഒക്കെയാണ് നോക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയുള്ള അനേകം മാതൃകകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. നമുക്ക് കൊച്ചുൻ യുവദേശിയെ കുറിച്ചോ അതുപോലെയുള്ള ഭക്തന്മാരായ ആളുകളെ കുറിച്ച്, എബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്തായെ കുറിച്ച് ഒക്കെ പറയുവാനുണ്ടായിരുന്നു. അവരുടെ മാതൃകകൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ ഉണ്ടായിരുന്നു. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവീനെന്ന് പൗലോസ് പറഞ്ഞതുപോലെ പറയുവാൻ കഴിയുന്ന തൻ്റെ ഇടമുള്ള വിശുദ്ധ ജീവിതമുള്ള അനേക ദൈവഭൃത്യന്മാർ നമ്മുടെ നാട്ടിലും ജീവിച്ചിരുന്നു. അവരുടെ ജീവിതങ്ങളെ മാതൃകയാക്കിയ നമ്മുടെ പിതാക്കന്മാരുണ്ടായി. ഇന്ന് അപ്രകാരം റോൾ മോഡൽസ് ഇല്ലാതെ പോകുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവീൻ. ഇവിടെ തീമോഥെയോസിനോട് പറയുന്നു, നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കും. കണ്ടറിഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ച് നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില്, യോഹന്നാന്റെ സുവിശേഷം 18-ന്റെ 20-ല്
പീലാത്തോസിനോട് യോഹന്നാൻ 18:20. അതിന് യേശു, ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചിരിക്കുന്നു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്ന ദേവാലയത്തിലും ഞാൻ എപ്പോഴും ഉപദേശിച്ചു. രഹസ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചു. പള്ളിയിലും എല്ലാ യഹൂദന്മാരും കൂടുന്നിടത്തൊക്കെയും ഞാൻ ലോകത്തോട് പരസ്യമായി സംസാരിച്ചു. ഞാൻ രഹസ്യമായിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും കേട്ടതാണ്, കണ്ടറിഞ്ഞവരാണ്. കർത്താവ് പറയുകയാണ്, മൈ ലൈഫ് വാസ് എൻ ഓപ്പൺ ബുക്ക്. എൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു. ഇറ്റ് വാസ് എ ട്രാൻസ്പെറന്റ് ലൈഫ്. നത്തിങ് വാസ് ഹിഡൻ. മനുഷ്യന് മുമ്പിൽ മറയ്ക്കുവാൻ എനിക്ക് ഒന്നുമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, അനുകരിപ്പാൻ കൊള്ളാവുന്നൊരു മാതൃകയായി നമുക്ക് ജീവിപ്പാനായിട്ട് കഴിയുമോ? പൗലോസിനെ പോലെ അവസാനം ഞാൻ ജഡത്തോടുള്ള പോരാട്ടത്തിൽ നല്ല പോരാട്ടം കഴിച്ചു. ജഡമെന്നെ കീഴ്പ്പെടുത്തുവാനായി ഇടവന്നില്ല. ഞാൻ വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതു. എൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം ഞാൻ തികച്ചു. ഞാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് എൻ്റെ ജീവിതയാത്ര തികച്ചു, ഓട്ടം പൂർത്തിയാക്കി എന്ന് തൻ്റെ തല വെട്ടുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് തീമോഥെയോസിനോട് എഴുതുമ്പോൾ പറയുകയാണ്, നീ എൻ്റെ ഉപദേശം, നടപ്പ് എല്ലാം നീ കണ്ടറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഫോളോ മീ. പൗലോസ് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. എന്നെ പോലെ വിശ്വാസവും ഉപദേശവും ഒക്കെ ഉള്ളവരെയും നീ അനുഗമിക്കുക എന്ന് പറയുന്നു. പൗലോസിന് അത് പറയുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ കർത്താവിന്റെ ഒരു വിശ്വസ്ത ദാസനായിരുന്നു. മോശയെക്കുറിച്ചും നാം എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മോശ ദൈവ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. മോസസ് വാസ് എ ഫെയ്ത്ത്ഫുൾ സർവന്റ്. നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലും നമുക്കിത് കേൾക്കുവാനായിട്ട് കഴിയുമോ? നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എൻ്റെ പിതാവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സർവന്റ്. അങ്ങനെ പറയുവാൻ കഴിയുന്ന ജീവിതങ്ങൾ അത് അനന്തര തലമുറകൾക്ക്, വരും തലമുറകൾക്ക് മാതൃകയാണ്. യഥാർത്ഥ ഉപദേശം എന്താണെന്ന്, യഥാർത്ഥ വിശ്വാസം എന്താണെന്ന്, യഥാർത്ഥ ക്രിസ്തീയ ശുശ്രൂഷ എന്താണെന്ന് എൻ്റെ ജീവിതത്തെ നോക്കി മറ്റുള്ളവർ പഠിക്കുമോ? പറയുവാനായിട്ട് കഴിയുമോ? അതോ ഞാനൊരു ദ്രവ്യാഗ്രഹിയായിരുന്നെന്നോ, ജീവിതത്തിൽ ജഡീക ഭോഗങ്ങൾക്ക് വേണ്ടി, സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന വ്യക്തി ആയിരുന്നെന്നോ, എന്നെ മാത്രം സ്നേഹിച്ച് സ്വാർത്ഥതയുള്ളവനായിരുന്നെന്നോ ഒക്കെ ലോകം എന്നെ നോക്കി പറയുമോ? നല്ല മാതൃകകളെ നാം വെച്ചേച്ചു പോകുന്നു. അതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. ഇനി പൗലോസ് പറഞ്ഞ ഈ കാര്യങ്ങൾ ചിലത് നമുക്ക് എടുത്തൊന്ന് ചിന്തിക്കാം. എന്താണ് പൗലോസ് പറയുന്നത്? ഇംഗ്ലീഷില് ഇങ്ങനെയാണ്, യു ഹവർ നോ ഓൾ അബൌട്ട് മൈ ടീച്ചിങ്. നിനക്ക് എന്തായാലും എൻ്റെ മുഴുവൻ പഠിപ്പിക്കലിനെ കുറിച്ചും അറിയാം. യു ഹവർ നോ ഓൾ അബൌട്ട് മൈ ടീച്ചിങ്. എന്തായിരുന്നു പൗലോസിന്റെ ഉപദേശം? പൗലോസിന്റെ ടീച്ചിങ് എന്തായിരുന്നു? പൗലോസ് പഠിപ്പിച്ചത് എന്താണ്? പൗലോസ് തീമോഥെയോസിനോട് 1 തീമോഥെയോസ് 4:16 പറയുന്നുണ്ട്. 1 തീമോഥെയോസ് 4:16 പൗലോസ് ഇത് തന്നെ, 4:12 തൊട്ട് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്ന ഇത് തന്നെയാണ്. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. പിന്നെ പറയുന്നു, ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. 15ഉം 16ഉം വാക്യങ്ങള് ഞാൻ വായിക്കുകയാണ്. നിന്റെ അപൂർത്തി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഉപദേശം, നിർമ്മലത, വായന, പ്രബോധനം, ഇതിലൊക്കെ നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. പിന്നെ പറയുക, നിന്നെ തന്നെ സൂക്ഷിക്കണം, നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുക, നിന്നെ തന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. ഈ കാലത്ത് ഉപദേശത്തിൽ സൂക്ഷ്മത ഇല്ലാത്ത ഒരു കാലഘട്ടം. എന്തും അന്നേരത്തെ കയ്യടിക്ക് വേണ്ടി വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ആളുകൾ. മനുഷ്യന്റെ സ്തോത്ര കാഴ്ച കൂട്ടുവാൻ അല്ലെങ്കിൽ സംഭാവന ലഭിപ്പാൻ
വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അവർ ഉപദേശത്തെ സൂക്ഷിക്കുന്നില്ല. പൗലോസിന്റെ ഉപദേശങ്ങൾ എന്താണെന്ന് പൗലോസ് എഴുതിയ 13 ലേഖനങ്ങളിൽ നിന്നും ഇന്ന് നമുക്ക് കൃത്യമായിട്ട് ലഭ്യമാണ്. പൗലോസിന്റെ ഉപദേശങ്ങൾ എന്തൊക്കെയാണ്. എന്നാൽ തീമത്തിയോസ് അന്ന് പൗലോസിൽ നിന്ന് നേരിട്ട് കേട്ടത് ആണ്. പൗലോസ് അതുകൊണ്ടാണ് പറയുന്നത്, നീ എന്നോട് ബാല്യം മുതൽ നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചു ഇരിക്കുന്നതിൽ നിലനിൽക്കാം. അപ്പൊ പൗലോസ് തീമത്തിയോസിനെ ഓർപ്പിക്കുക. എന്തായിരുന്നു പൗലോസിന്റെ ഉപദേശം? പൗലോസിന് പ്രത്യേകമായിട്ട് പറയാനായിട്ടുണ്ടായിരുന്നത്, പൗലോസ് പ്രത്യേകിച്ച് ഊന്നൽ കൊടുത്തൊരു കാര്യം, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരുപ്പാൻ പ്രവർത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. പൗലോസിന്റെ ഒരു പ്രധാന ഉപദേശം ഇതായി. ഇന്ന് അനേകരെ തുച്ഛീകരിക്കുന്ന ഒരു ഉപദേശം, വി ആർ സേവ്ഡ് ബൈ ഗ്രേസ് ത്രൂ ഫെയ്ത്ത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് ഒരു മനുഷ്യനും കാരണമല്ല, ഒരു മനുഷ്യന്റെ പ്രവർത്തികളും കാരണമല്ല. രക്ഷ ദൈവത്തിന്റെ ദാനം, രക്ഷ ദൈവത്തിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ദാനം. അത് കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്താൽ പ്രാപിക്കുന്നതാണ്. അതായത് പൗലോസിന്റെ പ്രധാനമായ ഒരു ഉപദേശം, കൃപയാൽ വിശ്വാസം മൂലം പ്രാപിക്കുന്നതിന് ഒരു പ്രവർത്തികളും കാരണമല്ല. ഇന്ന് പ്രവൃത്തി കൊണ്ട് നീതീകരിക്കപ്പെടാമെന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ കൂദാശകൾ കൊണ്ടോ രക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. കുർബാന കൊണ്ടാൽ രക്ഷിക്കപ്പെടുമെന്ന്, അല്ലെങ്കിൽ സ്നാനം ഏറ്റാൽ രക്ഷിക്കപ്പെടുമെന്ന് ഒക്കെ പഠിപ്പിക്കുന്ന, കർമ്മമാർഗത്തിലൂടെ രക്ഷിക്കപ്പെടാമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹം, ഒരു കൂട്ടം ആളുകളുണ്ട്. അത് വിവിധ തരം ഉപദേശങ്ങളുണ്ട്. യാതൊരു കർമ്മമാർഗത്താലും അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോൾ ഗലാത്യ ലേഖനം 2:16 പറയുന്നുണ്ട്, വിശ്വാസത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടത്തില്ല. വിശ്വാസത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടത്തില്ല. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തില് 16-ാമത്തെ വാക്യം, എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചു. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടത്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് നാം ക്രിസ്തുവിൽ വിശ്വസിച്ചു. എന്നിട്ട് പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നു. ഇപ്പൊ പൗലോസിന്റെ പ്രധാന ഉപദേശം, നീയോ എന്റെ ഉപദേശം എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇന്ന് അനേകര് വന്ന് പഠിപ്പിക്കും, നിനക്ക് നന്മയുണ്ടാകാൻ, അനുഗ്രഹം ഉണ്ടാകാൻ നീ ദൈവത്തിന് കുറെ സംഭാവന കൊടുത്താൽ മതി എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുർബാന കാണുന്നത് കൊണ്ട്, കുർബാന കൊള്ളുന്നത് കൊണ്ട് മെസ്സിഹായെ ഉള്ളിൽ സ്വീകരിക്കുന്നുവെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. കാരണം അപ്പൊ വീഞ്ഞുകൾ ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമാകുന്നു, അതുകൊണ്ട് അത് ഭക്ഷിക്കുന്നവൻ എന്നെ ഭക്ഷിക്കുന്നു, അത് കുടിക്കുന്നവൻ എന്നെ പാനം ചെയ്യുന്നു എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ ക്രിസ്തു ഉള്ളിലേക്ക് പ്രവേശിക്കും എന്ന് പഠിപ്പിക്കുന്ന വിശ്വാസമുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ഇവിടെ വേദവ്യവസ്ഥ വളരെ വ്യക്തമായിട്ട് പറയും, ഒരു പ്രവർത്തികളാലും, ഇത് കണ്ടതുകൊണ്ടോ കൊണ്ടതുകൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ സംഭാവന കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ നടത്തിയത് കൊണ്ടോ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ എണ്ണ കൊടുത്തത് കൊണ്ടോ ഒന്നും, വെടിക്കെട്ട് നടത്തിയത് കൊണ്ടോ ഒന്നും രക്ഷിക്കപ്പെടുകയില്ല. ഒരു പ്രവൃത്തിയാൽ ആരും രക്ഷിക്കപ്പെടുകയില്ല, നീതീകരിക്കപ്പെടത്തില്ല. നാം നീതീകരിക്കപ്പെടുന്നത് നന്മ പ്രവർത്തികളാലല്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8, 9, 10 വാക്യങ്ങളില്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ആരും പ്രശംസിക്കാതിരുപ്പാൻ പ്രവർത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം പറയുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ
സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കും. നാം സൽപ്രവർത്തികൾക്കായിട്ട് ദൈവത്തിന്റെ കൈപ്പണിയായി ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വി ആർ നോട്ട് സേവ്ഡ് ബൈ ഗുഡ് വർക്ക്സ്. നല്ല പ്രവൃത്തി കൊണ്ടോ കൂദാശ കൊണ്ടോ ഒന്നും അല്ല നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സൽപ്രവർത്തികൾ ചെയ്യണം. അവിടെയാ പറയുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം ക്രിസ്തുയേശുവിൽ നമ്മെ തന്റെ കൈപ്പണിയായി സൃഷ്ടിച്ചത്. മാത്രമല്ല, നാം അത് ചെയ്തു പോരേണ്ടതിന്, സൽപ്രവർത്തികൾ ചെയ്യേണ്ടതിന് ദൈവം അത് രക്ഷിക്കപ്പെട്ടവരിലൂടെയാണ് ഈ ലോകത്തിൽ നല്ല പ്രവർത്തികൾ നടക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടവർ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്. പിതാവായ ദൈവം പുത്രനിലൂടെ മഹത്വപ്പെടും. നമ്മെ രക്ഷിച്ചത്, വീണ്ടെടുത്തത് സൽപ്രവർത്തികൾക്കായിട്ടാണ്. എന്നാൽ സൽപ്രവർത്തികൾ കൊണ്ടല്ല. ആ വ്യത്യാസം നാം പ്രത്യേകമായിട്ട് പഠിക്കണം. പൗലോസ് പറയുകയാണ്, എന്റെ ഉപദേശം എന്താണെന്ന് നീ ഓർത്തിരിക്കണം. ദുരുപദേശക്കാർ വരും, ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, ഇതൂടെ കാണിച്ചാൽ മതി, അതുകൂടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ദുരുപദേശക്കാർ ഈ അന്ത്യകാലത്ത് കടന്നു വരും. ഞങ്ങളുടെ സംഘടനയ്ക്ക് ഇത്ര സംഭാവന കൊടുത്താൽ മതി, അല്ലെ ഇതൂടെ ചെയ്താൽ മതി, അല്ലെ ഇതങ്ങ് പ്രാർത്ഥിച്ച അങ്ങോട്ടങ്ങ് സ്വീകരിച്ചാൽ മതി എന്നൊക്കെ പറയും. അതുകൊണ്ടൊന്നും എല്ലാവരും രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, അന്യരെ സഹായിക്കുന്നതും അവരുടെ വേദനകൾ പങ്കിടുന്നതും ഒക്കെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവർത്തികളാലും ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോ വിശ്വാസത്താലാണ്, കൃപയാൽ വിശ്വാസം മൂലം മനുഷ്യരെ രക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു പൗലോസ് പ്രധാന ഉപദേശം. ഇനി രണ്ടാമത് പറയുന്നു, നീ എന്റെ നടപ്പ്. എന്റെ എന്നുള്ളത് ആ വാക്യത്തിൽ 10ാമത് പറയുന്നു, നീയോ എന്റെ ഉപദേശം. രണ്ടാമത് പറയുന്നു എന്റെ നടപ്പ്. ഇംഗ്ലീഷ് വേദോസ്തത്തിൽ പറയുന്നത് മൈ വേ ഓഫ് ലൈഫ്. എന്റെ ജീവിതം എങ്ങനെ ആയിരുന്നു എന്ന് നീ ശരിക്കും കണ്ടതാ. ഞാൻ എങ്ങനെയാ നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിച്ചതെന്ന്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. പൗലോസ് വളരെ വ്യക്തമായിട്ട് തന്റെ സുവിശേഷ വേല എങ്ങനെയായിരുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ. സോറി, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 9ഉം 10ഉം. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇവിടെ പറയുന്നു, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച്. പൗലോസിന്റെ നടപ്പ് അതാണ്. ഇവിടെ അന്ത്യകാലത്ത് ആര് പെരുകുമെന്നാ പറഞ്ഞ്? ലവേഴ്സ് ഓഫ് മണി, ദ്രവ്യാഗ്രഹികള് വർദ്ധിക്കും. അത് സുവിശേഷ വേലക്കാരുടെ ഇടയിലാണ് കൂടുതലും വർദ്ധിക്കുന്നു. എന്നാ പൗലോസ് പറയുകയാണ്, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞാൻ തെസ്സലോനിക്കയിൽ വന്നപ്പോൾ രാവും പകലും വേല ചെയ്തു. തന്റെ ജോലി കൂടാരപ്പണിയായിരുന്നു. എന്നാലും രാത്രിയിലും പകലും ഒക്കെ ഒഴിവ് സമയങ്ങളിൽ താൻ ആ വേല ചെയ്തിട്ട് പറയുകയാണ്, ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്ത വാക്യം എന്താ പറയുന്നത്? വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തെസ്സലോനിക്കർക്ക് എഴുതുമ്പോൾ വളരെ ധൈര്യത്തോടുകൂടെ പറയുക, വിശ്വസിച്ച നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായി നടന്നു. സുവിശേഷ വേലക്കാരൻ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നടക്കണം? പവിത്രമായി നടക്കണം. പിന്നെ പറയുന്നു, നീതിയായി നടന്നു, അനിന്യമായി. ഞങ്ങളെ നിന്ദിക്കുവാൻ ഒന്നിനും ഞങ്ങള് ഇടവെച്ചില്ല. നിങ്ങളുടെ പണം ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ സ്വന്തം കൈകൊണ്ട് വേല ചെയ്ത് ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുള്ളവരുടെ ബുദ്ധിമുട്ടിനും വേണ്ടി അധ്വാനിച്ചു. പൗലോസിന്റെ കയ്യെ നല്ല തഴമ്പാരും, കൂടാരങ്ങളൊക്കെ തയ്ച്ചതും ഒക്കെ അല്ലേ, കൂടാരപ്പണി ചെയ്തതുകൊണ്ട്. പൗലോസ് പറയുകയാണ്, എത്ര നീതിയായും അനന്യമായും പവിത്രമായും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നടന്നു. ഒരു സുവിശേഷ വേലക്കാരൻ
അവന്റെ വേലയുടെ ആ നന്മ മഹത്വം ദർശിക്കുന്നത് അവന്റെ ജീവിതത്തിന്റെ നടപ്പിലൂടെ. ഇനിയും 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് ഇത് തന്നെ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ. ഞങ്ങളെ അനുകരിക്കേണ്ടത്, പൗലോസ് പറയാ, എന്നെ അനുകരിക്കാൻ പറയാ, എന്നിട്ട് പറയാ ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ആരുടെ ആഹാരം വെറുതെ, ഒരു വീട്ടിലും വന്ന് വെറുതെ ആഹാരം കഴിച്ചിട്ടില്ല. പിന്നെ വളരെ വ്യക്തമായി തെസ്സലോനിക്കരോട് പറയുകയാണ്, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് പ്രസംഗിക്കുന്നവന് ആ സഭയിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം പറ്റുവാനോ തന്റെ ചെലവ് അവിടെ നിന്ന് വാങ്ങുവാനോ അധികാരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് ഞങ്ങളെ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കണമെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ, ഞങ്ങളെ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ, നിങ്ങൾക്കൊരു മാതൃകയാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതിന് ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഇതേ തെസ്സലോനിക്കരോടാണ് 1-ാം അധ്യായത്തിൽ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നുവെന്നുള്ളതിന് നിങ്ങൾ സാക്ഷി. ഞങ്ങൾക്ക് നിങ്ങളുടെ ഇന്നൊരു പ്രതിഫലം വാങ്ങുവാൻ അധികാരമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾ ഞങ്ങളെ ഫോളോ ചെയ്യണം, നിങ്ങൾ ഞങ്ങളെ പിൻപറ്റണം. അതിന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഒരു മാതൃക വെച്ചേച്ചു പോകണം. അതുകൊണ്ടാണ് ഞങ്ങൾ രാവും പകലും വേല ചെയ്തതെന്ന് പറയുന്നത്. പൗലോസിന്റെ നടപ്പ് പൗലോസിന് എല്ലാ സഭകളോടും പറയുവാനായിട്ടുണ്ടായിരുന്നു. തീമോഥെയോസിനോട് പറഞ്ഞു, നിനക്ക് എന്റെ നടപ്പറിയാമല്ലോ, ഞാൻ എങ്ങനെ ലുസ്ത്രയെ വന്നപ്പോഴ്, ഇക്കോന്യയിൽ വന്നപ്പോഴ്, അന്ത്യോക്യയിലായിരുന്നപ്പോഴ് ഒക്കെ ഞാൻ എങ്ങനെയാ പെരുമാറിയത്, ഞാൻ അവിടെയൊക്കെ എങ്ങനെയാണ് സുവിശേഷം അറിയിച്ചതെന്നുള്ളത് നീ നന്നായിട്ട് അറിയുന്നുവല്ലോ എന്ന് പറയുക. പൗലോസിന് വളരെ തന്റെ അടുത്തോടുകൂടെ പറയുവാനായിട്ട് കഴിഞ്ഞു. പിന്നെ പറയുന്നത് എന്താ? മൈ പർപ്പസ്, എന്റെ ഉദ്ദേശം. പൗലോസിന്റെ സുവിശേഷ വേലയുടെ ഉദ്ദേശം എന്തായിരുന്നു? പൗലോസ് എപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്, ടു ഗ്ലോറിഫൈ ഗോഡ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ളതായിരുന്നു തന്റെ ഉദ്ദേശം എന്ന് പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 20:24 നാം സാധാരണയായി ഉദ്ധരിക്കുന്ന, ഈ ബൈബിൾ ക്ലാസ്സിൽ ഉദ്ധരിക്കുന്ന വാക്യമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ ഉള്ളൂ. തുടങ്ങുന്നത് എങ്ങനെ? എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല, എന്റെ ഓട്ടം, ഞാൻ ഓടുന്നതും ഞാൻ അധ്വാനിക്കുന്നതും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ ഓടുന്നത്. അതാണ്, ഇറ്റ് വാസ് ഹിസ് പർപ്പസ്. പൗലോസ് പറയുന്നു, എനിക്ക് ലജ്ജയില്ല, ഞാൻ കടക്കാരനാകുന്നു, ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളെ വായിച്ചാൽ നമുക്കറിയാം പൗലോസിന്റെ 3 ബോധ്യങ്ങൾ. ഞാന് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, ഞാൻ എല്ലാവർക്കും, യവനന്മാർക്കും ബർബരന്മാർക്കും ഞാൻ കടക്കാരനാകുന്നു, റോമയിലുള്ള നിങ്ങളോടും എല്ലാവരോടും സുവിശേഷം അറിയിപ്പാൻ ഞാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നു, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഇനി പൗലോസിന്റെ ഉദ്ദേശം മറ്റൊന്ന്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം നോക്കിയാല് പൗലോസ് തന്റെ അനേക വാക്യങ്ങളെ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 9:22, ബലഹീനരെ നേടേണ്ടത് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഐ ബിക്കേം ഓൾ തിങ്സ് ടു ഓൾ മെൻ സോ ദാറ്റ് ഐ മേ സേവ് സം ബൈ എനി മീൻസ്. ഏതെങ്കിലും വിധത്തിൽ ചിലരെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനായി, ന്യായപ്രമാണത്തിന് കീഴുള്ളവർക്ക് ന്യായപ്രമാണത്തിന് കീഴുള്ളവനെ പോലെയായി, ന്യായപ്രമാണം ഇല്ലാത്തവർക്ക് അതുപോലെയുള്ളവനായി. ഏത് വിധത്തിലെങ്കിലും ചിലരെങ്കിലും കർത്താവിനെ അറിയണം, ചില ജീവിതങ്ങൾ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെടണം.
വിടുവിക്കപ്പെടണം. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. പൗലോസിന് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരുന്നു, അല്ലെ? ഒരു സാഹചര്യത്തോട് വളരെ ഇണങ്ങി. ഇന്ത്യക്കാരുടെ ഇടയിൽ ചെന്നാൽ അവരെ പോലെ ജീവിക്കും. ഇറച്ചിയും മീനും കാച്ചിമോരും നല്ല മീനും ഒന്നും കഴിക്കണമെന്നൊന്നും, അല്ലേ? ഇവിടുന്ന് ഉത്തരേന്ത്യയിൽ പോയി സുവിശേഷം അറിയിക്കുന്ന ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. വെജിറ്റേറിയൻ ആയിട്ട് തന്നെ അവരുടെ ഇടയിൽ ഈ കറിയൊക്കെ വെക്കുമ്പോൾ ആ മണം അവർക്ക് ചെല്ലും. നാളെ അവരെന്നെ ആ വീട്ടിൽ കയറ്റത്തില്ല, എനിക്ക് ആ വീട്ടിൽ കയറി സുവിശേഷം പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവരുടെ ഇടയിൽ വെജിറ്റേറിയൻ ആയിട്ട് ജീവിച്ചു. അവരെ പോലെ ഞാൻ വസ്ത്രം ധരിച്ചു. ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് ചെന്ന ആള് അവിടെ വലിയ മിഷൻ ക്വാർട്ടേഴ്സിലല്ല താമസിച്ചത്. അവരെ പോലെ ഒരു ഷെഡ് ഉണ്ടാക്കി ഒരു വെട്ടിക്കെട്ട് വെച്ച് അതിൻ്റെ അകത്ത് താമസിച്ചു. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. തന്റെ ഉദ്ദേശം എന്താണ്? എങ്ങനെയെങ്കിലും കുറച്ചു പേരോടെങ്കിലും കർത്താവിനെ അറിയണം എന്നുള്ളതാണ്. ഫിലിപ്പ് ലേഖനം 1:20 പൗലോസ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 1:20, ഫിലിപ്പിയർ 1:20. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തു. പൗലോസിന്റെ ജീവിതത്തിന്റെ വലിയ ലക്ഷ്യം അതായിരുന്നു. മാഗ്നിഫൈ ക്രൈസ്റ്റ് ഇൻ ഹിസ് ബോഡി. എന്റെ ശരീരത്തിങ്കൽ കർത്താവ് മഹിമപ്പെടും. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരം എന്തിനു വേണ്ടിയോ? പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് കഷ്ടതയെക്കുറിച്ച് പറയുമെന്ന് നമുക്കറിയാം. ഈ ശരീരം കർത്താവ് തന്നതാ. ഈ ശരീരത്തിങ്കിൽ കർത്താവ് മഹത്വപ്പെടും. ഈ ശരീരം ദൈവനാമ മഹത്വത്തിനായിട്ട് അർപ്പിക്കണം. അതുകൊണ്ടാണ് റോമർക്ക് എഴുതുമ്പോൾ പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള വിശുദ്ധിയുള്ള ജീവിതമായിട്ട് സമർപ്പിക്കണം. എന്നാൽ ഈ ശരീരം എന്തുവാ? കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ വേണ്ടി എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും എല്ലാം ചെലവഴിക്കാനല്ല. ഈ ശരീരത്തിൽ ദൈവം മഹത്വപ്പെടും. ഒരു ഡോക്ടർ, ഇവിടെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ഡോക്ടർ ഒരു മിഷൻ ഫീൽഡിലേക്ക് പോകുമ്പോൾ ആരും സഹായമില്ലാതെ, നേഴ്സുമാർ പോലും ഇല്ലാതെ രോഗികളുടെ മുറിവുകൾ വെച്ച് കെട്ടുമ്പോൾ കുഷ്ഠരോഗികളെയും അതുപോലെ വളരെ പ്രയാസമേറിയ രോഗങ്ങളുള്ളവരെയും ചികിത്സിക്കാനായിട്ട് തന്റെ ജീവിതങ്ങൾ ഒഴിഞ്ഞു വെക്കുമ്പോൾ അവരുടെ ശരീരം കൊണ്ട് ആര് മഹത്വപ്പെടുക? ദൈവം മഹത്വപ്പെടുക. ഒരു നേഴ്സിനും അത് ചെയ്യാം, ഡോക്ടർക്ക് ചെയ്യാം, അതുപോലെ ഏത് ശുശ്രൂഷ എൻ്റെ ശരീരം കൊണ്ട് ദൈവം മഹത്വപ്പെടണം. അതായിരുന്നു പൗലോസിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. വാട്ട് എവർ യു ഡ്രിങ്ക് ഓർ ഈറ്റ്, ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ. അപ്പൊ പൗലോസിന്റെ ഉപദേശം എന്താണ് നമ്മൾ കണ്ടു. ഹിസ് വേ ഓഫ് ലൈഫ്, മറ്റുള്ളവരുടെ മുമ്പിൽ താൻ സുവിശേഷം അറിയിക്കുവാൻ സ്വന്തം കൈകളാൽ അധ്വാനിച്ച് ആർക്കും ഭാരമായി തീരാതെ ഇത്ര പവിത്രമായും നീതിയായും അനന്യമായും മനുഷ്യരുടെ മുമ്പിൽ നടന്നു. ഇവിടെ നാം കാണുന്നത്, എൻ്റെ ശരീരം കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നെ താൻ പറയുന്നത് എൻ്റെ വിശ്വാസം. പൗലോസിന്റെ വിശ്വാസം എന്തായിരുന്നു? പൗലോസ് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ പൗലോസിന്റെ വിശ്വാസത്തിന്റെ അനേക സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പൗലോസ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ പറയുന്നു, എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. എന്നിട്ട് ഇനി ആ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ഒന്ന് ക്വാളിഫൈ ചെയ്താ പറയുന്നത്. അടുത്ത വാക്യം എന്താ പറയുന്നത്? അത്രയുമല്ല, എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു എന്ന് കുറച്ചുകൂടെ പറയുകയാണ്. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും
എല്ലാം ഛേദമെന്ന്. പരിജ്ഞാനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുമ്പോൾ, ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനെന്നും 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവനെന്നും എബ്രായരിൽ ജനിച്ച എബ്രായനെന്നും ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, വലിയ റോമാ പൗരത്വമുള്ളവൻ, വലിയൊരു ധനാഢ്യനായ മനുഷ്യന്റെ മകൻ, അങ്ങനെ എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ യേശുക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. എന്നാൽ അത്രയുമല്ല, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നപ്പോൾ ഇപ്പോഴും ഞാൻ എല്ലാം യേശുക്രിസ്തു നിമിത്തം ചവറെന്ന് ഛേദമെന്ന് എണ്ണുന്നു. ഐ കൗണ്ട് എവറിത്തിങ് റബിഷ്. അവസാനം തന്റെ തല പോലും ഛേദമെന്ന് താന് എണ്ണുന്നു. അങ്ങനെയാണ് തല അറുക്കപ്പെട്ട് താൻ ഛേദമെന്ന് എണ്ണിയ എല്ലാറ്റിന്റെ കൂടെയും. അതിനെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, പൗലോസിന്റെ പുറകിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് എപ്പോഴും സൂക്ഷിച്ചിരുന്നു, ചവറിടാൻ വേണ്ടി. അല്ലെ, ചവറിടാൻ വേണ്ടി എപ്പോഴും ഒരു ചവറ്റുകൊട്ട തന്റെ പുറകിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ എന്നുള്ളതും എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായൻ എന്നുള്ളതും, അല്ലെ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് പരീശൻ, റോമാ പൗരത്വം എല്ലാം ചവറ്റുകൊട്ടയിലിട്ടു. അവസാനം ഒരു ദൈവദാസൻ പറഞ്ഞ ഇങ്ങനെയാ, ആ ചവറ്റുകൊട്ടയിലിട്ടതൊന്നും പറന്നു പോകാതിരിക്കാൻ ഒരു പേപ്പർ വെയിറ്റ് പോലെ പൗലോസിന്റെ തലയും ഉരുണ്ടി എന്ന് ആ ചവറ്റുകൊട്ടയിൽ വീണു എന്ന്. നീറോ കൈസറുടെ കൽപ്പനയാൽ പൗലോസ് തല വെട്ടി കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അവസാനം തന്റെ തലയും, ഈ തല പോലും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ചവറെന്ന് എണ്ണിക്കഴിഞ്ഞു. പ്രിയമുള്ളവരെ, പൗലോസിന്റെ വിശ്വാസം അതാണ്. പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. പിന്നെ പറയുന്നു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായത്. വേറൊരിടത്ത് പറയുന്നു, ഫിലിപ്പിലെ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. 2 കൊരിന്ത്യരിൽ പറയുന്നു, 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും, കാരണം അവന്റെ ശക്തി എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 തീമോഥെയോസ് 1:12 പറയുന്നു, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് ശക്തി നൽകി എന്നെ അവന്റെ വേലയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. കാരണം എന്താ? ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി. ആ ദിവസം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എന്താ പൗലോസിന്റെ വിശ്വാസം എന്ന് ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എത്രയോ പൗലോസിന്റെ ഫെയ്ത്ത് സ്റ്റേറ്റ്മെന്റ്സ്, വിശ്വാസ പ്രഖ്യാപനങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ട്. തനിക്കൊന്നും ലാഭമല്ലായിരുന്നു, എല്ലാം ഛേദമെന്ന് എണ്ണി തന്റെ ജീവനെ പോലും പകച്ച്, കർത്താവ് പറഞ്ഞതുപോലെ തന്റെ ജീവനെ ആരെങ്കിലും കണ്ടെത്തിയാൽ അവൻ അതിനെ കളയും, തന്റെ ജീവനെ കളഞ്ഞാൽ അവൻ അതിനെ കണ്ടെത്തും. അതുപോലെ കർത്താവിനെ അനുഗമിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് പൗലോസിന് തന്റെ ജീവിത അവസാനത്തിൽ തീമോഥെയോസിനോട് പറയാനായിട്ടുള്ളത്, നീ എൻ്റെ ഉപദേശം കണ്ടതാ, നീ എൻ്റെ നടപ്പ് കണ്ടതാ, നീ എൻ്റെ വിശ്വാസം കണ്ടതാ. ഞാൻ ഇക്കോന്യയിലും ലുസ്ത്രയിലും വെച്ച് എന്തെല്ലാം ഉപദ്രവം. ലുസ്ത്രയില് നമുക്കറിയാം, പൗലോസിനെ ആദ്യം അവര് മാലയിട്ടൊക്കെ സ്വീകരിച്ചല്ലേ, മുടന്തനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയപ്പം ബർന്നബാസിനെയും പൗലോസിനെയും ഒക്കെ ഇന്ദ്രനെന്നും ബുധനെന്നും ഒക്കെ വിളിച്ച് യാഗം കഴിക്കാനൊക്കെ വന്ന് തടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് യഹൂദന്മാർ ജനക്കൂട്ടത്തെ വശത്താക്കി അവരെ കല്ലെറിഞ്ഞിട്ട് പിന്നെന്താ സംഭവിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയില് നാം വായിക്കുന്നു 14-ാം അധ്യായത്തില്, പൗലോസിനെ അവർ കല്ലെറിഞ്ഞു, അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചിഴച്ചു. മരിച്ചെന്നും പറഞ്ഞ് ഒരു ശവം വലിച്ചിഴയ്ക്കുന്ന പോലെ കാലെ പിടിച്ചു വലിച്ചു പട്ടണത്തിന് പുറത്തേക്ക്. എന്നാൽ ശിഷ്യന്മാർ അവന്റെ ചുറ്റും കൂടി നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം അവൻ ജീവൻ വെച്ചു എഴുന്നേറ്റ് അടുത്ത പട്ടണത്തിലേക്ക് പോയി. ആ ചുറ്റും കൂടി നിന്നവരിൽ ഒരാളാണ് തീമോഥെയോസ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ലുസ്ത്രയിൽ വെച്ച് എന്തെല്ലാം കഷ്ടം സഹിച്ചെന്ന് നീ കണ്ടു, ഇക്കോന്യയെ വെച്ച് എന്തെല്ലാം കഷ്ടം സഹിച്ചെന്ന് നീ കണ്ടു. കാരണം പിന്നീട് പൗലോസിന്റെ കൂടെ തീമോഥെയോസ് യാത്ര ചെയ്ത് കഴിഞ്ഞ് 20 വർഷമായിട്ട് നീ എന്നെ കാണുകയാണ്. നീ ഫോൾസ് ടീച്ചേഴ്സ്, ദുരുപദേശക്കാര്, ഭവനങ്ങളെ വശത്താക്കി, സ്ത്രീകളെ വശത്താക്കി, എന്നേസും എംബ്രേസും മന്ത്രവാദികളെ പോലെ പൈശാചിക ശക്തികളാൽ ചില അത്ഭുതങ്ങളും ഒക്കെ കാണിച്ച് ജനത്തെ വഷളാക്കുന്ന
ജനത്തെ വശത്താക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുന്ന ഈ അന്ത്യകാലത്ത് നീ എന്നെ മാതൃകയാക്കുക. ഞാൻ യേശുക്രിസ്തുവിനെ മാതൃകയാക്കിയതുപോലെ നീ എന്നെയും മാതൃകയാക്കുക. എൻ്റെ നടപ്പും എൻ്റെ ഉപദേശവും എൻ്റെ വിശ്വാസവും ഒക്കെ നീ കണ്ടതാണല്ലോ. പിന്നീട് 2-3 കാര്യങ്ങളൂടെ പറയുന്നു. അത് വേഗം പറയട്ടെ. ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ലുസ്ത്രയിലും വെച്ച് ഞാൻ സഹിച്ച കഷ്ടാനുഭവം നീ കണ്ടറിഞ്ഞിരിക്കും. ഞാൻ ലുസ്ത്രയിലെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായം 19-ാമത്തെ വാക്യമൊക്കെ വായിച്ചാൽ നമുക്കറിയാം. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു നല്ല കർത്തൃവേലക്കാരനെ, ഒരു സുവിശേഷകനെ, ഒരു ദൈവ ശുശ്രൂഷകനെ തിരിച്ചറിയുന്നത്? അവൻ സ്വയത്തെ സ്നേഹിക്കുന്നവനായിരിക്കില്ല, അവൻ പണത്തെ സ്നേഹിക്കുന്നവനായിരിക്കില്ല, അവൻ സുഖഭോഗങ്ങളെ സ്നേഹിക്കുന്നവനായിരിക്കില്ല, അവന് ഭക്തിയുടെ കപട വേഷങ്ങളില്ലായിരിക്കും. അവന് സ്വന്തം ജീവനെയും പകച്ചുകൊണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിനായി, കർത്താവ് എന്റെ ശരീരത്തിൽ മഹത്വപ്പെടും, അവൻ പറയുന്ന ഉപദേശങ്ങള് കർത്താവിന് മഹത്വം കൊടുക്കുന്ന, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു, എന്നാൽ സൽപ്രവൃത്തികൾ രക്ഷിക്കപ്പെടുന്നവർ ചെയ്യേണ്ടതാണ്. പൗലോസ് പറഞ്ഞ പോലെ, തെസ്സലോനിക്കരോട് പറഞ്ഞ പോലെ, എത്ര നീതിയായും എത്ര പവിത്രമായും എത്ര നീതിയായും അനന്യമായും ഞാൻ നിങ്ങളുടെ ഇടയിൽ നടന്നു. ഞങ്ങൾക്ക് നിങ്ങളുടെ ഇന്ന് വല്ലതും വാങ്ങുവാൻ അധികാരമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങൾ അനുകരിപ്പാൻ ഒരു മാതൃക തരേണ്ടതിനാണ് ഞങ്ങളെ രാവും പകലും കൈകൊണ്ട് അധ്വാനിച്ചത്. പിന്നെ പറയുക, എന്റെ ഉദ്ദേശം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്റെ ശരീരത്തിങ്കിൽ ദൈവം മഹത്വപ്പെടണം. അത് സംഭവിച്ചു. നീറോ കൈസർ പൗലോസിന്റെ തല വെട്ടിയെങ്കിലും പൗലോസിന് ഒരു വലിയ സാക്ഷി ഈ ലോകത്തിന് മുമ്പിൽ, അനേകായിരങ്ങൾക്ക് മുമ്പിൽ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു. തന്റെ 13 ലേഖനങ്ങളും അത് വിളിച്ചോതുന്ന ലേഖനങ്ങളാണ്. കഷ്ടതയിലും പാടുവാൻ, നഷ്ടം അതിൽ കൊണ്ടാടുവാൻ ശക്തി അരുളുക, നാഥനെ ശക്തിയിൽ പൂർണ്ണൻ ആക്കുക. പ്രിയമുള്ളവരെ, ഇതെഴുതുമ്പോഴും പൗലോസ് ഈ ലേഖനം AD 68 എഴുതുമ്പോഴും താൻ കഷ്ടം അനുഭവിക്കുകയാണ്. പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ചൊക്കെ 2 കൊരിന്ത്യർ 11-23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. പലവട്ടം പട്ടിണി, ശീതം, ഉറക്കളപ്പ്, നഗ്നത, കള്ളന്മാരാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, അങ്ങനെ അനവധി കാര്യങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. ഈ കഷ്ടമെല്ലാം സഹിപ്പാൻ ഇതിലെല്ലാറ്റിൽ നിന്നും കർത്താവിനെ വിടുവിച്ചു. തനിക്ക് ജീവിതത്തിന്റെ അവസാനത്തിൽ തീമോഥെയോസിനോട് പറയുവാനായിട്ടുള്ളത്, നീ എന്നെ മാതൃകയാക്കുക. ഇന്നത്തെ കാലത്തിന്റെ വലിയ പരാജയം അതാണ്. നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ മാതൃകകൾ ഇല്ലാതെ പോകും. പണത്തെ സ്നേഹിക്കുന്നവരും, സ്വയത്തെ സ്നേഹിക്കുന്നവരും, പദവികളെ സ്നേഹിക്കുന്നവരും, ലോക സുഖങ്ങളെ, ജഡീക സുഖങ്ങളെ സ്നേഹിക്കുന്നവരും ക്രിസ്തീയ ലോകം പിടിച്ചടക്കുന്ന ഒരു കാലം, പുൾപിറ്റുകൾ തകർത്തു വാഴുന്നൊരു കാലം. പ്രിയമുള്ളവരെ, മാതൃകയാക്കാൻ ഇല്ലാതെ ഉണ്ട്. അതുകൊണ്ട് അനന്തര തലമുറ തെറ്റിപ്പോകുന്നു, വഴി തെറ്റിപ്പോകുന്നു. പൗലോസിനെ പോലെ പറയുവാൻ കഴിയുമോ? കർത്താവിന് വേണ്ടി എൻ്റെ ശരീരത്തിങ്കൽ, എൻ്റെ ജീവിതത്തിൽ കർത്താവ് മാത്രമേ മഹത്വപ്പെടുകയുള്ളൂ. ഇവിടെ പൗലോസ് ഇന്ന് ആ മാമറ്റൈൻ ലെഞ്ചിയൻ എന്ന് പറയുന്ന റോമയിലെ കാരാഗ്രഹത്തിൽ ശിരച്ഛേദം കാത്ത് കിടക്കുമ്പോൾ തൻ്റെ കൂടെ ആരുമില്ല, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. ദേമാസി ലോകത്തെ സ്നേഹിച്ചിട്ട് പോയി, മറ്റു ചിലരൊക്കെ ചില ആവശ്യങ്ങൾക്കായിട്ട് വിട്ടുപോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. നീ വേഗം വരണം. വരുമ്പം തൻ്റെ പുസ്തകം പോലും കയ്യിലില്ല, ദൈവവചനം പോലും. നീ വരുമ്പോ എൻ്റെ പുതപ്പും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരിക എന്നാ പറയും. ഇപ്പോഴും കഷ്ടം അനുഭവിക്കുക. ആ കഷ്ടതയുടെ നടുവിലും താൻ പാടിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തീമോഥെയോസിനോട് പറയുകയാണ്, നീ എന്നെ പിൻപറ്റുക. പ്രിയമുള്ളവരെ, ഈ വലിയ മാതൃക നമുക്ക് നമ്മുടെ അനന്തര തലമുറയ്ക്ക് മുമ്പിൽ, നമ്മുടെ സഹവിശ്വാസികളുടെ മുമ്പിൽ, ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമോ? അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന പഠനം ഇവിടെ അവസാനിക്കും.